ഈ കാര്യമായി ഞാൻ അച്ഛനോടും അമ്മയോടും പറഞ്ഞാലോ? പറയട്ടെ, നിന്നെ അപ്പ അമ്മ നന്നായിട്ട് വിശ്വസിച്ചല്ലേ? നീയാണ് ശരി, നന്ദിനിയാണ് എല്ലാത്തിനും കാരണമെന്നാണല്ലോ അമ്മയുടെ വിശ്വാസം, അതായത് പത്മാ മേഡത്തിന്റെ വിശ്വാസം. പറഞ്ഞു കൊടുക്കട്ടെ ഞാൻ? ഏട്ടാ പ്ലീസ്, മമ്മിയോടും ഡാഡിയോടും പറയരുത്. ഞാൻ ഇനി ഒരിക്കലും ഇത് ആവർത്തിക്കില്ല. നന്ദിനിയുടെ വീട്ടിൽ ഓണം കൂടാൻ വരുന്നോ നീ? അല്ല, നിനക്ക് കോളേജിൽ ഫംഗ്ഷൻ ഉണ്ടെന്ന് എനിക്കറിയാം. അത് കഴിഞ്ഞിട്ട് നീ നന്ദിനിയുടെ വീട്ടിലെത്തണം. ഞാനും അച്ഛനും അവിടെ ഉണ്ടാവും. ഞങ്ങളെ 2 പേർക്ക് നാണക്കേട് തോന്നാത്ത ഒരു സ്ഥലത്ത് നിനക്ക് ഓണം ആഘോഷിക്കാം. അല്ല, ആലോചിച്ചിട്ട് മതി. ഏട്ടനെ തിടുക്കൊന്നുമില്ല. പോട്ടെ മോളെ, ടാറ്റാ. അത്രയൊന്നും വേണ്ടായിരുന്നു സർ, അത് മോശമായില്ലേ? ആക്രമിക്കാൻ വരുന്നവരോട് കോംപ്രമൈസ് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. തിരിച്ചങ്ങോട്ട് ആക്രമിക്കണം. സത്യത്തില് അവള് തന്നോട് എന്തിനാ ഇത്രയും ദേഷ്യം കാണിക്കുന്നത്? തന്നോട് മാത്രമല്ല, തന്റെ കുടുംബത്തിനോടും. അതിന് അവൾക്ക് എന്തെങ്കിലും ഉത്തരവുണ്ടോ? നിങ്ങൾ ആരെങ്കിലും അവളെ ഉപദ്രവിച്ചിട്ടുണ്ടോ? അമ്മയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി, ചേച്ചിയുടെ കൂടെ നിൽക്കാൻ വേണ്ടി അവൾ അങ്ങനെയൊക്കെ ചെയ്യുന്നതാ. അതിനൊരു തിരുത്ത് വേണ്ടേ? ഇന്ന് അവൾ ഇവിടെ ഓണം ആഘോഷിക്കട്ടെ. ഇത് അറിയുമ്പോ പത്മാ മേഡത്തിന്റെ നിയന്ത്രണം ഒന്ന് തെറ്റും. എനിക്കതൊന്ന് കാണണം. എങ്ങനെയായാലും സാറിന് പത്മ മാഡത്തിനെ തോൽപ്പിച്ചാൽ മതി. അതല്ലാതെ ജീവിതത്തിൽ വേറെ ഒരു സന്തോഷവും ഇല്ലേ? ഉണ്ട്. ഇപ്പൊ ചില സന്തോഷങ്ങളുണ്ട്. അതിലൊന്നാണ് ഈ കുടുംബം, ഇവിടെ ഉള്ളവരുടെ സ്നേഹം. ഇവർക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും, എന്തും.